മൈക്രോ SUV എന്ന ഓമന പേരിൽ മാരുതി സുസുക്കിയുടെ തട്ടകത്തിൽ നിന്നും വന്നെത്തിയ ഒരു കുഞ്ഞൻ കാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചെറിയൊരു വാഹനം ആണെങ്കിലും ഒരു ചെറു ഫാമിലിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ചേർത്തിണക്കിയാണ് ഈ വാഹനം വിപണിയിൽ എത്തിയത്. പോക്കറ്റ് കാലിയാവാതെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ പറ്റിയ ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ എസ്പ്രസോ. തുടക്കക്കാരായ വനിതകൾക്ക് ഇതിലും നല്ല ഒരു വാഹനം വേറെയില്ല. 2019 മുതൽ ഇന്ത്യൻ വാഹന വിപണിയിൽ നിറസാന്നിധ്യവും മാരുതി ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളതുമായ വാഹനങ്ങളിൽ ഒന്നാണ് മാരുതി സുസുക്കിയുടെ എസ്പ്രസോ. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ എസ്പ്രസോയുടെ വിശേഷങ്ങളാണ്. ഏവർക്കും വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു 4.5 ലക്ഷത്തിനും 6.25 ലക്ഷത്തിനും ഇടയിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഹാച്ച്ബാക്ക് വാഹനമാണ് ഇത്. പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നോക്കിയാലും മെയിൻ്റനൻസ്, മൈലേജ്, സിറ്റി ഡ്രൈവ്, അങ്ങനെ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനം എന്ന് തന്നെ പറയാം. എസ്പ്രസോ ഇത്രയും ജനപ്രീതി നേടിയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. 4.5 മീറ്റർ മാത്രമാണ് വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. ഇടുങ്ങിയ ചെറിയ റോഡുകളിൽ ഒക്കെ അനായാസം യു-ടേൺ എടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാകാം കുറഞ്ഞ കാലയളവിൽ തന്നെ ഈ വാഹനം ഇന്ത്യൻ വിപണി കീഴടക്കിയത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഗ്രാനൈറ്റ് ഗ്രേ കളർ ആണ്. അതുകൊണ്ട് തന്നെ ബമ്പറുമായി വലിയ കളർ ഡിഫറൻസ് തോന്നിക്കുകയില്ല. മറ്റു കളറുകൾ ഉള്ള വാഹനങ്ങളിൽ ഈ നിറവ്യത്യാസം എടുത്ത് അറിയിക്കും. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഉയർന്നു നിൽക്കുന്ന ഗ്രിൽ ഏരിയയും അതിൻ്റെ നടുക്കായി സുസുക്കിയുടെ വലിയ ലോഗോയും നൽകിയിരിക്കുന്നു. ക്ലിയർ ലെൻസോട് കൂടിയ വലിയ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബൾബുകൾ എല്ലാം തന്നെ ഹാലജൻ ബൾബ്സ് ആണ് എല്ലാ വേരിയന്റുകളിലും വരുന്നത്. ഹെഡ്ലൈറ്റ് യൂണിറ്റിനുള്ളിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിരിക്കുന്നത്. ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്ന ക്രോം എലമെന്റും ഫോഗ് ലാമ്പും ഒക്കെ അക്സസറീസ് ആയി വെക്കാവുന്നതാണ്. ഗ്രിൽ ഏരിയയ്ക്ക് താഴെയായി വലിയ എയർ ഡാം നൽകിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം VXi+ ആയതിനാൽ ഇതിൽ റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സും ഒക്കെ വരുന്നുണ്ട്. നല്ല വൈഡായി തുറക്കാൻ കഴിയുന്ന വിധമാണ് ഡോറുകൾ എല്ലാം തന്നെ. ആയതിനാൽ പ്രായമായവർക്കും ഒക്കെ അനായാസം വാഹനത്തിൽ കയറാനും ഇറങ്ങാനും സാധിക്കും. 14 ഇഞ്ചിൻ്റെ റിംസ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. അതിൽ 165/70 സൈസിലുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അലോയ് വീൽസ് ഒന്നും ഒരു വേരിയന്റുകളിലും കമ്പനി നൽകുന്നില്ല. ബോഡി കളേർഡ് ആയിട്ടുള്ള മിറേഴ്സും ഡോർ ഹാൻഡിൽസും ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 mm ആണ്. ഇത് ഈ വാഹനത്തിന്റെ പ്രധാന പ്ലസ് പോയിന്റുകളിൽ ഒന്നാണ്. വളരെ മോശമായ റോഡുകളിൽ എല്ലാം അനായാസം ഈ വാഹനം ഓടിക്കുവാൻ സാധിക്കും. ഇനി പിന്നിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ മുകളിലായി സ്പോയിലർ പോലെയുള്ള ഒരു ഭാഗം കാണാം. ഇത് വാഹനത്തിന് നല്ല ഒരു സ്പോർട്ടി ലുക്കാണ് നൽകുന്നത്. ദൂരെ നിന്നും നല്ല വിസിബിലിറ്റി നൽകുന്ന ടോപ്പ് മൗണ്ടഡ് ടെയിൽ ലാമ്പും നൽകിയിരിക്കുന്നു. മുൻപ് മാരുതിയുടെ വാഹനങ്ങൾക്ക് LXi, VXi എന്നീ വേരിയന്റുകൾ ഒക്കെ വാഹനത്തിന്റെ പിന്നിൽ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നൽകാറില്ല. വളരെ വലിപ്പമേറിയ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് എസ്പ്രസോയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഹാലജൻ ബൾബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറത്തു നിന്നും വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് തുറക്കുവാൻ കീ തന്നെ ഉപയോഗിക്കണം. എന്നാൽ വാഹനത്തിന്റെ ഉള്ളിൽ നിന്നും ബൂട്ട് സ്പേസ് തുറക്കുവാൻ സീറ്റിന്റെ സമീപത്തായി കൊടുത്തിരിക്കുന്ന ലിവർ ഉപയോഗിച്ചാലും മതിയാവും. 239 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി. കൂടാതെ ഒരു പാഴ്സൽ ട്രേയും നൽകിയിട്ടുണ്ട്. റിഫ്ലക്ടറും ബേസിക് ടൂൾ കിറ്റും ഒക്കെ ബൂട്ടിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ജാക്കി സൂക്ഷിക്കുന്നത് ഡ്രൈവർ സീറ്റിന്റെ അടിയിൽ ആണ്. എല്ലാ മാരുതിയുടെയും കീ പോലെ തന്നെ ഒരു ബേസിക് കീ ആണ് ഈ വാഹനത്തിനും വരുന്നത്. ഈ കീയിൽ ഡോർ ഓൺ ഓഫ് ഫംഗ്ഷൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സ്പെയർ കീയിൽ ഡോർ ഓൺ ഓഫ് ഫംഗ്ഷൻ ഒന്നും നൽകിയിട്ടില്ല. ഇനി നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഹനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധ നേടുക വളരെ വലുപ്പത്തിൽ റൗണ്ട് ഷേപ്പിൽ ഉള്ള മീറ്റർ കൺസോളും ഓഡിയോ സിസ്റ്റവും ആണ്. മിനി കൂപ്പറിന്റെ സെന്റർ കൺസോളുമായി സാമ്യം തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ.
ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടച്ച് സ്ക്രീനാണ് ഈ വേരിയന്റിൽ ലഭ്യമായിരിക്കുന്നത്. 2 സ്പീക്കറുകൾ ഉള്ള ഓഡിയോ സിസ്റ്റം ഡീസൻ്റായ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് പ്രദാനം ചെയ്യുന്നത്. വളരെ മിനിമലായ ഒരു മീറ്റർ കൺസോളാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ടച്ച് സ്ക്രീനിന്റെ തൊട്ടു താഴെയായി മാനുവലായി കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള AC-യുടെ സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു. നല്ല നിലവാരമുള്ള ഫാബ്രിക് സീറ്റ്സ് ആണ് എക്സ്പ്രസോയ്ക്ക് നൽകിയിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത സ്ഥായി സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പൊതുവെയുള്ള മറ്റ് ഹാച്ച്ബാക്ക് വാഹനങ്ങളെക്കാൾ നല്ല റോഡ് വിസിബിലിറ്റിയാണ് ഈ വാഹനം നൽകുന്നത്. താഴ്ന്ന ബോണറ്റും ഉയർന്ന ഫ്രണ്ട് സീറ്റും ആയതുകൊണ്ട് ഉയരം കുറഞ്ഞവർക്കും നല്ല രീതിയിൽ മുൻവശത്തെ കാഴ്ചകൾ ഒക്കെ കണ്ട് വാഹനം ഓടിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് ഈ വാഹനം ഏറ്റവും ഉപയോഗപ്രദം. മുന്നിലെ 2 സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് സെൻസേഴ്സ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ ഡിസ്പ്ലേയിൽ കാണിക്കുകയും അലാറം അടിക്കുകയും ചെയ്യും. AC വെന്റിന് തൊട്ടു താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഗ്ലോ ബോക്സും നൽകിയിരിക്കുന്നു. AMT ഗിയർ ബോക്സിന്റെ ഗിയർ ലിവർ ആണ് ഈ കാണുന്നത്. ഇതിന്റെ സമീപത്തായി 2 കപ്പ് ഹോൾഡേഴ്സും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ആംറെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നൽകിയിട്ടില്ല. ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ട് 2 എയർ ബാഗ്സ് ആണ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് പ്ലാസ്റ്റിക്കിന്റെ ടെക്സ്ചർ, ഫിനിഷ്, ക്വാളിറ്റിയും ഒക്കെ ഡീസന്റ് ആണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ വിൻഡോ ഗ്ലാസ് ഒക്കെ മാനുവലായി റോൾ ചെയ്ത് വേണം ഉയർത്തുവാനും താഴ്ത്തുവാനും. പവർ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ഡോർ പാനലിൽ ഓപ്പൺ ക്ലോസ് ലിവർ മാത്രമേ വരുന്നുള്ളൂ. മുൻ സീറ്റുകളുടെ പിന്നിൽ പേപ്പറുകളോ ഡോക്യുമെന്റ്സോ വയ്ക്കുവാനുള്ള സൗകര്യമൊന്നും ലഭിക്കുന്നില്ല. സീറ്റ് കുഷനിങ് ഒക്കെ നിലവാരം ഉള്ളത് തന്നെ. അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും നൽകിയിട്ടുണ്ട്. ചെറിയ ഒരു സെന്റർ ടണൽ ഉള്ളതിനാൽ നടുക്ക് ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് നല്ല ഉയരം ഉള്ളവർക്ക്. 3 പേർക്ക് സുഖമായി യാത്ര ചെയ്യാം. ഒരു ചെറു ഫാമിലിയെ ഉദ്ദേശിച്ച് ഇറക്കിയിട്ടുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ തന്നെ ധാരാളം. സീറ്റുകളുടെ ഒക്കെ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. പിൻ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഈസിയായി പാർസൽ ട്രേയിൽ നിന്നും സാധനങ്ങൾ വയ്ക്കുവാനും എടുക്കുവാനും സാധിക്കും. വാഹനത്തിന്റെ എഞ്ചിൻ വളരെ റീഫൈൻഡ് ആയിട്ടുള്ള 999cc K10C സീരീസിൽ വരുന്ന ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇനി ഈ വാഹനത്തിന്റെ മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ LXi മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിന് 24.12 km/ലിറ്ററും VXi മാനുവൽ ആൻഡ് VXi ഓട്ടോ വേർഷന് 24.76 km/ലിറ്ററും CNG വേർഷന് 32.73 km/കിലോഗ്രാമുമാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ടോപ്പ് വേരിയന്റ് വാഹനങ്ങളിൽ എല്ലാം ESPയും ഹിൽ ഹോൾഡ് അസിസ്റ്റും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സൈഡ് വ്യൂ മിറേഴ്സും വാഹനത്തോടൊപ്പം നൽകുന്നുണ്ട്. നല്ല വലിപ്പമേറിയ സൈഡ് മിറേഴ്സ് ആയതുകൊണ്ട് തന്നെ പിന്നിലെ കാഴ്ചകളൊക്കെ നല്ല വ്യക്തമാണ്. കൂടാതെ ബാക്കിലെ ഗ്ലാസ് ഏരിയ ഒക്കെ നല്ല വൈഡ് ആയതിനാൽ പാർക്കിംഗ് ഒക്കെ വളരെ ഈസിയാണ്. അത് തന്നെയുമല്ല 3565 mm മാത്രമാണ് വാഹനത്തിന്റെ ആകം നീളം വരുന്നത്. സീനിയർ സിറ്റിസൺസിനൊക്കെ ഉപയോഗിക്കാൻ വളരെ ഐഡിയലായ ഒരു വാഹനമാണിതെന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇത്. 7 നിറങ്ങളിൽ വരുന്ന ഈ വാഹനം LXi, VXi AGS, VXi Plus AGS എന്നീ വേരിയന്റുകളിലായിട്ടാണ് മാരുതി ഈ വാഹനത്തെ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി വിവിധ വേരിയന്റുകളായി വരുന്ന എക്സ്പ്രസോയുടെ വില വിവരം നമുക്ക് ഒന്ന് പരിശോധിക്കാം. എക്സ്പ്രസോ LSI വേരിയന്റിന് 3,79,900 രൂപയും ഏറ്റവും ടോപ്പ് വേരിയന്റായ VXi Plus AGS മോഡലിന് 5,24,900 രൂപയും ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. എല്ലാ മോഡലുകൾക്കും നോർമലായി വാറന്റി വരുന്നത് 3 വർഷമോ 1,00,000 കിലോമീറ്ററോ ആണ്. എന്നാൽ എക്സ്റ്റൻഡഡ് വാറന്റിയായി 6,279 രൂപ മുതൽ 8,673 രൂപ വരെ വിവിധ മോഡലുകൾക്ക് നൽകിയാൽ 6 വർഷവും 1,60,000 കിലോമീറ്റർ വരെയും വാറന്റി ഉയർത്തുവാൻ സാധിക്കും. ഇതിനു പുറമെയായി CCP കവറേജും ലഭിക്കുന്നതാണ്. CCP എന്നാൽ കസ്റ്റമർ കൺവീനിയന്റ് പാക്കേജ്. ഈ പാക്കേജിൽ വാഹനത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ, ഉദാഹരണത്തിന് വയറിംഗ് ഒക്കെ എലി കരളുക, എഞ്ചിനിൽ വെള്ളം കയറുക, ഇങ്ങനെയൊക്കെ ഉള്ളവ ഉൾപ്പെടുത്തിയുള്ള ഒരു പാക്കേജാണ്.
CCP കവറേജ് ലഭിക്കുവാൻ 1971 രൂപ മുതൽ 2726 രൂപ വരെയാണ് വിവിധ മോഡലുകൾക്ക് നൽകേണ്ടത്. മേൽപ്പറഞ്ഞ 2 പാക്കേജുകളും വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ വാഹനം ലോണായി എടുക്കുന്നവർക്ക് LXI വേരിയന്റിന് 45,000 രൂപയും VXI മോഡലിന് 50,000 രൂപയും VXI പ്ലസ് AGS വേരിയന്റിന് 62,000 രൂപയുമാണ് ഡൗൺ പേയ്മെന്റായി അടയ്ക്കേണ്ടത്. ഏകദേശം 2,220 രൂപയാണ് പെർ ലാഖിന് EMI ആയി വരുന്നത്. ഇത് സിവിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായേക്കാം. ഇവയ്ക്കെല്ലാം പുറമെ എക്സ്പ്രസോയുടെ എല്ലാ വേരിയന്റുകൾക്കും കൺസ്യൂമർ ഓഫറായി 10,000 രൂപയും എക്സ്ചേഞ്ച് ഓഫറായി 15,000 രൂപയും റൂറൽ ഓഫറായി 2,500 രൂപയും NRI ഓഫറായി 5,200 രൂപയുമാണ് ഇളവ് ലഭിക്കുന്നത്. നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യുവാനായി അവസരം ഒരുക്കിയത് വെണ്ണിക്കുളം പുല്ലാട് റോഡിൽ പള്ളിമുക്ക് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന മാരുതി സുസുക്കിയുടെ പോപ്പുലർ അരീന ഷോറൂമിൽ നിന്നാണ്. ഷോറൂമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാരുതിയുടെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് ലോൺ സംബന്ധമായ സംശയങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് പോപ്പുലർ അരീനയുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2025 മാരുതി സുസുക്കി എക്സ്പ്രസോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.